തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം കൊട്ടിക്കലാശിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളാണ് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തുക. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി കോർപ്പറേഷനുകളിൽ ഉൾപ്പെടെ ഒരു മാസം നീണ്ട വാശിയേറിയ പ്രചാരണത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. വികസനം മുഖ്യ ചർച്ചയായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പിന്റെ വാശിയേറിയ പ്രചാരണത്തിന് സമാപനം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. പലയിടത്തായി പല കേന്ദ്രങ്ങളിൽ ആവേശത്തോടെ പ്രചാരണം കൊട്ടിക്കലാശിച്ചു. 1995 മുതൽ ഇടതുപക്ഷം ഭരിക്കുന്ന തിരുവനന്തപുരം, കൊല്ലം കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കാൻ UDF സംസ്ഥാന നേതാക്കൾ നേരിട്ട് പ്രചാരണം നയിക്കുന്ന തിരുവനന്തപുരത്ത് ഇക്കുറി ജയിച്ചു തീരുവെന്ന വാശിയിലാണ് BJP. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ മത്സരം ഇത്തവണ പതിവിന് വിപരീതമായി അത്യന്തം വാശിയേറിയതാണ്. സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും പലയിടത്തായി കലാശക്കൊട്ടിന് ഒത്തുകൂടി. പ്രചാരണത്തിന്റെ അവസാന ദിവസം കോർപ്പറേഷനിലെയും ജില്ലാ പഞ്ചായത്തിലെയും സ്ഥാനാർത്ഥികൾ വാഹന പ്രചാരണം നടത്തി. ഗ്രാമീണ മേഖലകളിൽ കാൽനട പ്രകടനങ്ങൾ. അവസാന ദിവസം മുതിർന്ന നേതാക്കളെ പങ്കെടുപ്പിച്ചുള്ള പ്രചാരണത്തിൽ മുക്കിലും മൂലയിലും തിരഞ്ഞെടുപ്പ് ആവേശം. പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിലും കൊച്ചി കോർപ്പറേഷനിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് LDF-ഉം UDF-ഉം. കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള അഭിമാന പോരാട്ടമാണ് കോട്ടയത്ത്. LDF-നുള്ള കുത്തക ആലപ്പുഴയിൽ അവസാനിപ്പിക്കുകയാണ് UDF ലക്ഷ്യമിടുന്നത്. 7 ജില്ലകളിലെ 471 ഗ്രാമപഞ്ചായത്തുകൾ, 75 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ, 39 നഗരസഭ, 3 കോർപ്പറേഷൻ, 1,32,00,000-ലേറെ പേർ ചൊവ്വാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. വ്യാഴാഴ്ചയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.